Hi, welcome to Britain's Spoken English program. My name is Iqbal. ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണമായി ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നോ? നമ്മളതിന് മറുപടി അറിയണം, അതെ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇത് രണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, രണ്ടും കഴിഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു, യെസ്, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയോ? അത് ഉണ്ടാക്കി കഴിഞ്ഞോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, അത് റെഡിയാണ്, യെസ്, അത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നാണ് വരുന്നത്. ഐ എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ കുക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുക, കുക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഐ ആം കുക്കിംഗ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. ഐ ആം കുക്കിംഗ്, ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഐ ആം കുക്കിംഗ് യെസ്റ്റർഡേ എന്നല്ല പറയാറ്. അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ആം ഉപയോഗിക്കാൻ പാടില്ല, ing ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഐ, ഞാൻ, കുക്ക്, അത് രണ്ടും അത് തന്നെയാണ് ഉപയോഗിക്കുക. നമ്മൾ കുക്ക് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നു, DID, ഡിഡ്. ഐ ഡിഡ് കുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കുക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഐ ആം കുക്കിംഗ് നൗ, ഞാനിപ്പോൾ കുക്ക് ചെയ്യുകയാണ്. ഐ ഡിഡ് കുക്ക് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ കുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഐ ഡിഡ് പ്ലേ, ഞാൻ കളിച്ചു. ഐ ആം പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കളിക്കുകയാണ്. പക്ഷേ ഐ ഡിഡ് പ്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഐ ഡിഡ് ക്ലീൻ, ഞാൻ ക്ലീൻ ചെയ്തു. അതുപോലെ ഐ ഡിഡ് വാഷ്, ഞാൻ വാഷ് ചെയ്തു. ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയുമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഇംഗ്ലീഷിൽ ഡിഡും കുക്കും, അതായത് ഡിഡ് പ്ലസ് കുക്ക് അല്ലെങ്കിൽ ഡിഡ് പ്ലസ് ഗോ, ഡിഡ് പ്ലസ് പ്ലേ, ഡിഡ് പ്ലസ് ഈറ്റ്, ഇത് രണ്ടും കൂടി വരുമ്പോൾ ഒരു പുതിയൊരു വേർഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. ഇവിടെ നോക്കാം, ഐ ഡിഡ് കുക്ക്, ഇതിൽ ഡിഡും കുക്കും കൂടി ചേരുമ്പോൾ കുക്ക്ഡ് എന്നായി മാറുന്നു. ഡിഡും കുക്കും ഒന്നിച്ച് വരുമ്പോൾ അത് കുക്ക്ഡ് എന്നായി മാറി. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തു എന്ന് പറയാൻ ഐ കുക്ക്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഉച്ചാരണം മനസ്സിലാക്കണം. കുക്ക്ഡ് എന്നല്ല, അതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കുക. കുക്ക്ഡ് ആണ് പറയാം. ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്തു. അതേപോലെ ഐ ഡിഡ് പ്ലേ, ഐ ഡിഡ് ക്ലീൻ, ഐ ഡിഡ് വാഷ് എന്നൊക്കെ ഉള്ളത് ഐ പ്ലേഡ്, ഐ ക്ലീൻഡ്, ഐ വാഷ്ഡ് എന്നായി മാറി. ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യുകയാണ് എന്നാണ്. പക്ഷേ ഞാൻ കുക്ക് ചെയ്തു എന്ന് പറയാൻ ഐ കുക്ക്ഡ് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്ലേ എന്നുള്ളത് പ്ലേഡ് എന്നായി മാറി. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഐ ആം പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഞാൻ കളിക്കുകയാണ്. ഐ പ്ലേഡ് എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ നോക്കാം, ബുക്ക് ചെയ്യുക, ഹെൽപ്പ് സഹായിക്കുക, കുക്ക്, വാഷ്, ഡ്രസ്, നമുക്കറിയാവുന്ന വേർഡ്സാണ്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. ആസ്ക് ചോദിക്കുക, ബ്രഷ് ചെയ്യുക, ബ്രഷ്, ഫിനിഷ്, ലുക്ക്, കോൾ വിളിക്കുക, ഓപ്പൺ, ക്ലോസ്, ലോക്ക്, ഇതൊക്കെ പാസ്റ്റ് ഫോംസ്. ഇത് എങ്ങനെയാണ് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വരുന്നത്? ബുക്ക്ഡായി, ഹെൽപ്ഡായി, അതേപോലെ കുക്ക്ഡ്, വാഷ്ഡ്, ഡ്രസ്ഡ്, ആസ്ക്ഡ് ശ്രദ്ധിക്കുക. ആസ്ക്ഡ് എന്ന് പറയില്ല, അതിൽ കെ സൈലന്റ് ആണ്. ഐ ആസ്ക്ഡ്, ബ്രഷ്ഡ്, ഫിനിഷ്ഡ്, ലുക്ക്ഡ്, കോൾഡ്, ഓപ്പൻഡ്, ക്ലോസ്ഡ്, ലോക്ക്ഡ്. അതായത് ഞാൻ ബുക്ക് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ഐ ബുക്ക്ഡ്, ഐ ഹെൽപ്ഡ്, ഐ കുക്ക്ഡ്, ഐ വാഷ്ഡ്, ഐ ഡ്രസ്ഡ്, ഐ ആസ്ക്ഡ്, ഐ ബ്രഷ്ഡ്, ഐ ലോക്ക്ഡ്, ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ മനസ്സിലാക്കുക. ഞങ്ങളുടെ തന്നെ കോൺവെർസേഷൻ ട്രെയിനിങ് സെഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങളുടെ സ്പീക്കിംഗ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവരാൻ പറ്റും. ഇവിടെ നോക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിപ്പോൾ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം സ്റ്റഡിയിങ് എന്നാണ് ഉപയോഗിക്കുന്നത്.
അപ്പോഴാണ് നമ്മൾ ആം ഉപയോഗിച്ചത്. അതുപോലെ യു ദേവിൻ്റെ കൂടെ നമ്മൾ ആർ ഉപയോഗിച്ചു. ഹി ഷീറ്റ് പറയുമ്പോൾ ഈസ് ഉപയോഗിച്ചു. പക്ഷേ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഐൻ്റെ കൂടെ ആം ഉപയോഗിക്കുന്നില്ല, യു ദേവിൻ്റെ കൂടെ ആർ ഉപയോഗിക്കുന്നില്ല, ഹി ഷീറ്റിൻ്റെ കൂടെ ഈസും ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ഇ ചേർത്ത് കുക്ക്ഡ്, ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്തു. ഡിഡ് ആണ് ശരിക്കും അത്. ഐ ഡിഡ് കുക്ക് എന്നുള്ളതാണ് ഐ കുക്ക്ഡ് എന്നായി മാറിയത്. ഞാൻ കുക്ക് ചെയ്തു. ഐ പ്ലേഡ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ കളിച്ചിരുന്നു. ഐ ഓപ്പൺ ദ ഡോർ, ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു. ദേ പ്ലേഡ്, അവർ കളിച്ചു. ദേ പ്ലേഡ് വെൽ, അവർ നന്നായി കളിച്ചു. ദേ പ്ലേഡ് വെൽ. വി ഓപ്പൻഡ് അറ്റ് 9 o'clock, ഞങ്ങൾ 9 മണിക്ക് തുറന്നു. അറ്റ് 9 o'clock, അറ്റ് എന്നുള്ളത് നമ്മൾ സമയം പറയാൻ ഇത്ര മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് 9 o'clock, വി ഓപ്പൻഡ് അറ്റ് 9 o'clock, ഞങ്ങൾ 9 മണിക്ക് തുറന്നു. ഹി കുക്ക്ഡ്, അവൻ കുക്ക് ചെയ്തു. ഹി കുക്ക്ഡ് ബിരിയാണി, അവൻ ബിരിയാണി കുക്ക് ചെയ്തു. ഷീ പ്ലേഡ്, അവൾ കളിച്ചു. അതുപോലെ ഇറ്റിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കാം. നമ്മൾ മഴ പെയ്തു എന്ന് പറയാം. ഇന്നലെ മഴ പെയ്തിരുന്നു. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തിരുന്നു. ഇത് ഇന്നലെ വർക്ക് ചെയ്തിരുന്നു. ഇറ്റ് വർക്ക്ഡ് യെസ്റ്റർഡേ. ഇറ്റ് വർക്ക്ഡ് യെസ്റ്റർഡേ, ഇത് ഇന്നലെ വർക്ക് ചെയ്തിരുന്നു. ഇവിടെ നോക്കാം. ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ബാസ്കറ്റ്ബോൾ കളിച്ചിരുന്നു. ഇപ്പോൾ കളിക്കുന്നുണ്ടോ? ഇല്ല, അവർ ഓർത്തിട്ട് പറയണം ഇന്നലെ അവർ കളിച്ചിരുന്നു. ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ യെസ്റ്റർഡേ. അതുപോലെ കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുകയാണോ? അല്ല, കുക്ക് ചെയ്തിരുന്നു. ഐ കുക്ക്ഡ് ബിരിയാണി ഓൺ സൺഡേ, ഞാൻ ഞായറാഴ്ച ബിരിയാണി കുക്ക് ചെയ്തിരുന്നു. ഐ കുക്ക്ഡ് ബിരിയാണി ഓൺ സൺഡേ, ഞായറാഴ്ച. ഓൺ സൺഡേ, നമ്മൾ സൺഡേ മൺഡേ ദിവസങ്ങൾ പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കാം. ഓൺ സൺഡേ, ഐ കുക്ക്ഡ് ബിരിയാണി ഓൺ സൺഡേ, ഞായറാഴ്ച ഞാൻ ബിരിയാണി കുക്ക് ചെയ്തിരുന്നു. ഇവിടെ വാഷ് ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോൾ വാഷ് ചെയ്യുന്നില്ല, പക്ഷെ വാഷ് ചെയ്തിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് ഇൻ ദ മോർണിംഗ്, ഞാൻ എൻ്റെ ക്ലോത്ത് രാവിലെ വാഷ് ചെയ്തിരുന്നു. ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് എന്ന് പറയില്ല, അതിന് ഉച്ചാരണം മനസ്സിലാക്കുക. ക്ലോത്ത് എന്നാണ്, ക്ലോത്ത്. ഐ വാഷ് മൈ ക്ലോത്ത്സ് ഇൻ ദ മോർണിംഗ്. ഐ വാഷ് മൈ ക്ലോത്ത്സ് ഇൻ ദ മോർണിംഗ്. ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ എൻ്റെ ക്ലോത്ത് വാഷ് ചെയ്തു. ഇൻ ദ മോർണിംഗ്, രാവിലെ എന്ന് പറയാൻ നമ്മൾ ഇൻ ദ മോർണിംഗ് എന്നാണ് പറയുന്നത്. ഉച്ചക്കാണെങ്കിൽ ഇൻ ദി ആഫ്റ്റർനൂൺ, വൈകുന്നേരം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഇൻ ദി ഈവനിങ്. അതുപോലെ രാത്രിയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്നല്ല ഉപയോഗിക്കാം, നമ്മളവിടെ അറ്റ് ഉപയോഗിക്കും. അറ്റ് നൈറ്റ്, രാത്രിയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.